സഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് കാണാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. 3 പാർട്ട് വീഡിയോകൾ കണ്ടിട്ട് അത് നന്നായി റിവിഷൻ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 4ാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ 4ാമത്തെ പാർട്ട് വീഡിയോയിൽ ചെയ്യിപ്പിക്കുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ റിവിഷൻ ചെയ്യേണ്ട ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബാക്കി ഏത് ടോപ്പിക്കിനേക്കാളും റിവിഷൻ ആവശ്യമാണ് ഈ ചാപ്റ്ററിന്. അതുകൊണ്ട് നന്നായി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെല്ലാം ക്ലാസ്സിലേക്ക് വീണ്ടും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. കുറെ ആയി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ കുറെ നല്ല ചോദ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. എല്ലാ പാർട്ടിലും നമ്മൾ വെറൈറ്റി ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് പോലെ തന്നെ ഇതിലും നല്ല വെറൈറ്റി ചോദ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ട് മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത വീണ്ടും റിവിഷൻ ചെയ്ത് പഠിക്കണം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കുറെ സിമിലാരിറ്റീസ് ഉള്ള ചോദ്യങ്ങളാണ്. എക്സാമിന് കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള ഏത് ചാപ്റ്റർ റിവിഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിവിഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസിന് കൊടുക്കണം. എങ്കിലേ നമുക്കൊന്ന് ഉഷാറായിട്ട് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 16ാമത്തെ ടൈപ്പ് ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ചോദ്യം ഇതാണ് മക്കളെ. 1 രൂപയ്ക്ക് 15 എണ്ണം എന്ന കണക്കിൽ വാങ്ങിയ ഓറഞ്ച് വിൽക്കുമ്പോൾ 25% ലാഭം ലഭിക്കണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? 1 രൂപയ്ക്ക് 15 എണ്ണം എന്ന കണക്കിൽ വാങ്ങിയ ഓറഞ്ച് വിൽക്കുമ്പോൾ 25% ലാഭം ലഭിക്കണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? അതായത് 1 രൂപയ്ക്ക് 15 എണ്ണം എന്ന നിരക്കിൽ വാങ്ങിയ ഓറഞ്ച് വിൽക്കുമ്പം 25% ലാഭം ലഭിക്കാൻ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നാണ് ചോദ്യം. 1 രൂപയ്ക്ക് എത്ര എണ്ണം വിറ്റാലാണ് 25% ലാഭമുണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. അതായത് 1 രൂപയ്ക്ക് 15 എണ്ണം വാങ്ങി അല്ലെ. 1 രൂപയ്ക്ക് 15 എണ്ണം വാങ്ങി 1 രൂപയ്ക്ക് എത്ര എണ്ണം വിറ്റാലാണ് കച്ചവടത്തിൽ 25% ലാഭം ഉണ്ടാകുക എന്നതാണ് ചോദ്യം. അപ്പൊ ആദ്യം ഈ ചോദ്യം ചെയ്യാൻ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോ മക്കളെ. 1 രൂപയ്ക്കാണ് 15 എണ്ണം വാങ്ങിയത്. 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നാണ് അറിയേണ്ടത്. അപ്പൊ രണ്ടും 1 രൂപ എന്നല്ലേ പറഞ്ഞേക്കുന്നേ, ഒരേ എമൗണ്ട് അല്ലേ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട. 1 രൂപയ്ക്ക് 15 എണ്ണം വാങ്ങി 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നാണ് അറിയേണ്ടത്. രണ്ടും 1 രൂപ തന്നെയാണ്, ഒരേ എമൗണ്ടാ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട. 15 എണ്ണമല്ലേ വാങ്ങിയത്. അപ്പം വാങ്ങിയ വില എന്നത് 100% ആണല്ലോ. 100% 15 എണ്ണം എന്നെടുക്കാം. 100% എന്ന് പറഞ്ഞാൽ 15 എണ്ണം. 15 എണ്ണം വാങ്ങിയ വില 100% ആയിട്ട് എടുക്കുക. അപ്പൊ 100% 15 എണ്ണം. 25% അല്ലേ ലാഭം കിട്ടണ്ടേ. അപ്പൊ 125% എന്ന് പറയുന്നത് എത്ര എണ്ണത്തിന് തുല്യമാണെന്ന് നോക്കിയ ഉത്തരവായി. 100% എന്ന് പറഞ്ഞാൽ 15 എണ്ണമാണ്. 125% എത്ര എണ്ണത്തിന് തുല്യമാണെന്ന് അറിയണം. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ അല്ല ചെയ്യണ്ടേ, പകരം നേരെ ചെയ്യണം. ഉത്തരം കാണാൻ 100 × 15 ഡിവൈഡഡ് ബൈ 125 ആണ് ഉത്തരവായിട്ട് വരുന്നത്. 25 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 4 തവണ മക്കളെ, ഇത് 5 തവണ. 5ഉം 15ഉം വെട്ടിക്കളയാ 3 തവണ. 4 × 3 ആൻസർ 12 എന്നാണ് കിട്ടുന്നത്. അതായത് 25% ലാഭം ലഭിക്കാൻ 1 രൂപയ്ക്ക് 12 എണ്ണം വിൽക്കണം. 1 രൂപയ്ക്ക് 15 എണ്ണം വാങ്ങി 1 രൂപയ്ക്ക് 12 എണ്ണം വിറ്റാലാണ് 25% ലാഭം കിട്ടുന്നത്. ഈ ചോദ്യം ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. ഇനി നിങ്ങളിൽ ചിലർക്കൊരു സംശയം തോന്നും, എന്താ സാറേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ നേരെ ചെയ്തത്? അതിന് കാരണം ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ്. അതായത് ഇവിടെ ശതമാനം കൂടി ആണോ, ഇവിടെ ശതമാനം കൂടി, പക്ഷെ ഇവിടെ എണ്ണം കുറയും.
അല്ലേ? എണ്ണം കുറയും. നമുക്കറിയാം ലാഭം കിട്ടണമെങ്കിൽ എണ്ണം കുറച്ച് വിൽക്കണം. അപ്പൊ ശതമാനം കൂടിയപ്പോൾ എണ്ണം കുറയുക ചെയ്ത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഉത്തരം കാണാൻ നേരെ നേരെ ചെയ്യണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഉത്തരം കാണാൻ നേരെ നേരെ ചെയ്യണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഡയറക്ട്ലി പ്രപ്പോർഷണൽ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാറ്. ഇവിടെ ഇൻവേഴ്സ് ആണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അപ്പൊ ഉത്തരം കാണാൻ നേരെ ചെയ്യേണ്ടി വരും. ഇതാണ് ബെസ്റ്റ് മെത്തേഡ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. ഇനി ഇത് നോർമൽ മെത്തേഡിലും ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 1 രൂപയ്ക്കല്ലേ 15 എണ്ണം വാങ്ങിയത്. അപ്പോൾ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1/15 അല്ലേ? 1 രൂപയ്ക്ക് 15 എണ്ണം വാങ്ങിയെങ്കിൽ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1/15 റുപ്പീസാണ്. ശരിയാണോ? 25% ലാഭം കിട്ടാൻ ഒരെണ്ണം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് 1/15 അല്ലേ? 25% ലാഭം കിട്ടാൻ ഒരെണ്ണം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നറിയാൻ ഈ 1/15 125% എത്രയാണെന്ന് നോക്കണം. എനിക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് 1/15. ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് അല്ലേ? 25% ലാഭം കിട്ടണമെങ്കിൽ ഇതിന്റെ 125% എത്രയാണെന്ന് നോക്കണം അല്ലേ? ഇത് വെട്ടിക്കളഞ്ഞ് ചെറുതാക്കുമ്പോൾ നമുക്ക് 1/12 എന്ന് കിട്ടും. 1/12 ആണോ? അതായത് നമുക്ക് ഒരെണ്ണം 1/12 രൂപയ്ക്ക് വിറ്റാലാണ് 25% ലാഭം കിട്ടുന്നത്. ഒരെണ്ണം 1/12 റുപ്പീസിന് വിൽക്കണമെങ്കിൽ 1 രൂപയ്ക്ക് 12 എണ്ണം വിൽക്കേണ്ടി വരും. 1 രൂപയ്ക്ക് 12 എണ്ണം വിൽക്കേണ്ടി വരും. ഇതാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്ന മെത്തേഡ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്കത് മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതായത് 1 രൂപയ്ക്കാണ് 15 എണ്ണം വാങ്ങിയത്. അപ്പോൾ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് 1/15 റുപ്പീസാണ്. 25% ലാഭം കിട്ടാൻ ഒരെണ്ണം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് കണ്ടുപിടിക്കണം. അതിന് 1/15 125% കാണണം. കണ്ടപ്പം 1/12 റുപ്പീസ് എന്ന് കിട്ടി. 1/12 റുപ്പീസ് എന്ന് കിട്ടി. അതായത് ഒരെണ്ണം 1/12 റുപ്പീസിന് വിറ്റാലേ 25% ലാഭം കിട്ടുള്ളൂ. ഒരെണ്ണം 1/15 റുപ്പീസിന് വാങ്ങിയതാണ്. 1/12 റുപ്പീസിന് വിറ്റാലാണ് 25% ലാഭം കിട്ടുന്നത്. അത് ഒരെണ്ണം വിൽക്കേണ്ടതാ. അപ്പോൾ 1 രൂപയ്ക്ക് വിൽക്കേണ്ടത് 12 എണ്ണമാണ്. 1 രൂപയ്ക്ക് 12 എണ്ണം വിൽക്കുമ്പോഴല്ലേ ഒരെണ്ണത്തിന് 1/12 റുപ്പീസ് ആകുന്നത്. 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം എന്നാ ചോദ്യം. സോ ആൻസർ 12 എണ്ണം വിൽക്കേണ്ടി വരും. ഇതാണ് അതിന്റെ നോർമൽ മെത്തേഡ്. ആദ്യം പറഞ്ഞാണ് ഇതിന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 1 രൂപയ്ക്ക് 12 എണ്ണം എന്ന കണക്കിൽ വാങ്ങിയ ഓറഞ്ച് വിൽക്കുമ്പോൾ 20% ലാഭം ലഭിക്കണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം അല്ലേ? മക്കളെ, 1 രൂപയ്ക്കാണ് വാങ്ങിയത് 12 എണ്ണം ആണോ? 1 രൂപയ്ക്ക് 12 എണ്ണം വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി 1 രൂപയ്ക്ക് എത്ര എണ്ണം വിറ്റാലാണ് 20% ലാഭം കിട്ടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ 1 രൂപയ്ക്ക് വാങ്ങിയിട്ട് 1 രൂപയ്ക്ക് തന്നെ വിൽക്കുന്ന കാര്യം പറഞ്ഞേക്കുന്നതുകൊണ്ട് രൂപ ഇവിടെ കൺസിഡർ ചെയ്യണ്ട. 100% എന്ന് പറയുന്നതാണ് 12 എണ്ണം. 100% എന്ന് പറയുന്നതാണ് 12 എണ്ണം. 12 എണ്ണമാണ് വാങ്ങിയത്. വാങ്ങിയ വില 100% ആയിട്ട് എടുത്തു. 20% ലാഭം കിട്ടാൻ 120% എത്ര എണ്ണത്തിന് തുല്യമാണെന്ന് നോക്കണം. നമുക്കറിയാം ലാഭം കിട്ടണമെങ്കിൽ എണ്ണം കുറയ്ക്കണം. 1 രൂപയ്ക്ക് കൂടുതൽ എണ്ണം വിൽക്കരുത്, കുറച്ചെണ്ണം വിൽക്കാവുള്ളൂ അല്ലേ? ഇതിന്റെ ഉത്തരം കാണാൻ നേരെ നേരെ ഗുണിക്കണം. 100 × 12 ഡിവൈഡഡ് ബൈ 120 എന്ന് വരും അല്ലേ മക്കളെ? സോ ആൻസർ എത്ര എന്ന് കിട്ടും? 10 എന്ന് കിട്ടും. ആണോ? 10 എണ്ണം എന്ന് കിട്ടും. അപ്പം നിങ്ങൾ 1 രൂപയ്ക്ക് 10 എണ്ണം വിറ്റാലാണ് നിങ്ങൾക്ക് 20% ലാഭം കിട്ടുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 10. മുന്നോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1 രൂപയ്ക്ക് 26 എണ്ണം എന്ന കണക്കിൽ വാങ്ങിയ നാരങ്ങ വിൽക്കുമ്പോൾ 30% ലാഭം ലഭിക്കണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? സോ 1 രൂപയ്ക്ക് 26 എണ്ണം വാങ്ങി. 1 രൂപയ്ക്ക് 26 എണ്ണം വാങ്ങി അല്ലേ? 1 രൂപയ്ക്ക് എത്ര എണ്ണം വിറ്റാലാണ് 30% ലാഭം കിട്ടുന്നത് എന്നാണ് ചോദ്യം. 1 രൂപയ്ക്ക് എത്ര എണ്ണം വിറ്റാലാണ് 30% ലാഭം കിട്ടുന്നത് എന്നാണ് ചോദ്യം.
ഒരേ എമൗണ്ട് ആയതുകൊണ്ട് ഇത് വെട്ടിക്കളയാം. നമുക്കറിയാം 100% എന്ന് പറയുന്നതാണ് 100% എന്ന് പറയുന്നതാണ് 26 എണ്ണം. 100% എന്ന് പറയുന്നതാണ് 26 എണ്ണം. വാങ്ങിയ വിലയാണ് 100% അല്ലെ. 130% എന്ന് പറയുന്നത് എത്ര എണ്ണത്തിന് തുല്യമാണെന്ന് നോക്കണം. നേരെ നേരെ ചെയ്യണം. 100 × 26 ഡിവൈഡഡ് ബൈ 130. 100 × 26 ഡിവൈഡഡ് ബൈ 130 അല്ലേ. നമുക്കറിയാം ഈ ഒരു സീറോയും ഈ ഒരു സീറോയും വെട്ടിക്കളയാം. 13ഉം 26ഉം വെട്ടിക്കളയാം. 2 ആൻസർ 20 എണ്ണം എന്ന് കിട്ടും. 20 എണ്ണം 20 എണ്ണം 20 എണ്ണം ശരിയല്ലേ. നമ്മുടെ ആൻസർ 20 എണ്ണമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 17ാമത്തെ ടൈപ്പ് ഇതാണ്. രാഹുൽ 2000 രൂപ കൊടുത്ത് ഒരു ഷർട്ട് വാങ്ങി. 10% നഷ്ടത്തിൽ മനുവിന് വിറ്റു. മനു 20% ലാഭത്തിൽ അനുവിനും, അനു 5% നഷ്ടത്തിൽ അരുണിനും മറിച്ചു വിറ്റു. അരുൺ ഷർട്ടിന് കൊടുത്ത വില എത്രയാണ് അല്ലെ. ഇങ്ങനെ ഒരാൾ വാങ്ങി അടുത്തയാൾക്ക് കൊടുത്തു, അയാൾ അടുത്തയാൾക്ക് കൊടുത്തു, അയാൾ അടുത്തയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു വരാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ആദ്യം രാഹുൽ 2000 രൂപ കൊടുത്താണ് ഷർട്ട് വാങ്ങിയത് അല്ലെ. അപ്പൊ അവിടെ രാഹുൽ മുടക്കിയത് എത്രയാ? രാഹുൽ മുടക്കിയത് 2000 രൂപയാണ്. രാഹുൽ മുടക്കിയത് 2000 രൂപ. ഇനി 10% നഷ്ടത്തിനാണ് മനുവിന് വിറ്റത്. ശരിയാണോ? അപ്പൊ മനുവിന് ഇത് 10% നഷ്ടത്തിന് വിറ്റു. 2000ന്റെ 10% 200 രൂപയാ. അപ്പൊ 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 200 രൂപ കുറച്ച് വിറ്റു എന്ന് അർത്ഥം. 2000ൽ നിന്ന് 200 രൂപ കുറച്ച് വിറ്റാൽ 1800 രൂപയ്ക്കാണ് മനുവിന് വിറ്റത്, അല്ലെങ്കിൽ മനു അത് വാങ്ങിയത്. ശേഷം മനു 20% ലാഭത്തിൽ അനുവിന് അത് മറിച്ചു വിറ്റു. അനുവിന് 20% ലാഭത്തിൽ മറിച്ചു വിറ്റു. നമുക്കറിയാം 1800ന്റെ 10% 150, 20% 360. ശരിയാണോ? അപ്പൊ 360 രൂപ ലാഭത്തിനാണ് വിറ്റത്. 1800 + 360 ശരിയല്ലേ മക്കളെ? എത്ര കിട്ടും? 2160. 2160 രൂപയ്ക്കാണ് അനുവിന് വിറ്റത്, അല്ലെങ്കിൽ അനു അത് വാങ്ങിയത്. ഓക്കെ. പിന്നെ പറഞ്ഞേക്കുന്നത് അനു 5% നഷ്ടത്തിൽ അരുണിന് മറിച്ചു വിറ്റു എന്ന് അല്ലേ. സോ ഇത് അരുണിന് വീണ്ടും അനു മറിച്ചു വിറ്റു 5% നഷ്ടത്തിലാണ്. എനിക്കറിയാം 2160ന്റെ 10% 216 ആണ്. 5% 108 ആണ്. അപ്പൊ 5% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 108 രൂപ നഷ്ടത്തിന് വിറ്റു എന്നാ. അപ്പം 2160ൽ നിന്ന് 108 കുറയ്ക്കുന്നതാണ് ഉത്തരവായിട്ട് വരുന്നത്. സോ ആൻസർ 2052 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെ ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നേ? ഒറ്റ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 2000 രൂപയ്ക്കല്ലേ നമ്മുടെ രാഹുൽ വാങ്ങിയത്. 2000 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇത് 10% വില കുറച്ചാണ് ആർക്ക് കൊടുത്തത്? നഷ്ടത്തിന്. 10% നഷ്ടത്തിനാണ് മനുവിന് വിറ്റത്. അപ്പൊ ഇതിന്റെ 90% വിലയ്ക്കാണ് മനുവിന് കൊടുത്തത് അല്ലേ. ഇനി ആ വിലയുടെ 20% ലാഭം എടുത്താണ് അത് അനുവിന് കൊടുത്തത്. അപ്പൊ ഇതിന്റെ 120% എത്രയാണോ ആ വിലയ്ക്കാണ് അനുവിന് കൊടുത്തത്, അല്ലെങ്കിൽ അനു വാങ്ങിയത്. ഇതിൽ നിന്ന് 5% നഷ്ടത്തിനാണ് അനു അത് മറിച്ചു വിറ്റത് അരുണിന്. അപ്പൊ ഇതിന്റെ 95% എത്രയാണോ ആ എമൗണ്ടിനാണ് അനു ഇത് വിറ്റത് അല്ലേ. ഇത് നേരെ സോൾവ് ചെയ്താൽ നേരെ ഉത്തരം 2052 എന്ന് കിട്ടും. ഇങ്ങനെയും ഈ ചോദ്യം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ പറയാം മക്കളെ. അതായത് 2000 രൂപയ്ക്കാണ് വാങ്ങിയത് രാഹുൽ. 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 2000 രൂപയുടെ 90% വിലയ്ക്ക് വിറ്റു എന്ന്. 10% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 90% വിലയ്ക്ക് വിൽക്കുക എന്നാ. അപ്പൊ 2000ന്റെ 90% വിലയ്ക്ക് വിറ്റു. ഇനി അത് വാങ്ങിയിട്ട് മനു എന്ത് ചെയ്തു? 20% ലാഭം എടുത്ത അനുവിന് വിറ്റ്. അപ്പം മനു വാങ്ങിയ വില ഇതാണ്. ഇതിന്റെ 20% ലാഭം എന്ന് പറഞ്ഞാൽ ഇതിന്റെ
120% വിലയ്ക്ക് അത് അനുവിന് കൊടുത്തു. അനുവിന് കിട്ടിയ വില ഇത്രയാണ്. ഈ വിലയിൽ നിന്ന് 5% നഷ്ടത്തോടെ, അതായത് ഈ വിലയുടെ 95% വിലയ്ക്കാണ് അരുണിന് കൊടുത്തത്. അപ്പൊ ഇതിന്റെ 95% കണ്ടുപിടിച്ചാൽ അരുൺ ഇത് വാങ്ങിയ വില അല്ലെങ്കിൽ അരുണിന് കൊടുത്ത വില നമുക്ക് കിട്ടും. ഒരു ചോദ്യം കൂടെ ഈ മോഡലിൽ നമുക്ക് ചെയ്യാം മക്കളെ. ചോദ്യം: റഹീം 1600 രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി അല്ലേ. അപ്പൊ റഹീം വാച്ച് വാങ്ങിയത് എത്ര രൂപയ്ക്കാ? 1600 രൂപയ്ക്കാണ് റഹീം വാച്ച് വാങ്ങിയത്, ആണോ? അത് 10% ലാഭത്തിന് ബാലന് വിറ്റു. സോ ബാലന് വിറ്റത് എങ്ങനെയാ? 10% ലാഭത്തിനാണ് അല്ലെ. 1600ന്റെ 10% എന്ന് പറഞ്ഞാൽ 160 രൂപ ലാഭത്തിന്. സോ 1760 രൂപയ്ക്കാണ് 1760 രൂപയ്ക്കാണ് അത് ബാലന് മറിച്ചു കൊടുത്തത് അല്ലേ. ഇനി ബാലൻ 10% ലാഭത്തിന് ഡേവിഡിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബാലൻ ആർക്ക് കൊടുത്തു? ഡേവിഡിന് കൊടുത്തു. 10% ലാഭത്തിന്. അപ്പൊ 1760ന്റെ കൂടെ അതിന്റെ 10%മായ 176 കൂടെ കൂട്ടിയിട്ടാണ് ഡേവിഡിന് കൊടുത്തത്. സോ 1760 പ്ലസ് 176 ഉത്തരവായിട്ട് വരുന്നത്. സോ 1936 നമ്മുടെ ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇത് ഇക്വേഷൻ വൈസാ ചെയ്യുന്നതെങ്കിൽ 1600 രൂപയ്ക്കാണ് ആര് വാങ്ങിയത്? റഹീം വാങ്ങിയത്. 10% ലാഭത്തിലാണ് ബാലന് കൊടുത്തത്. അപ്പൊ ഇതിന്റെ 110% വിലയ്ക്കാണ് ബാലന് കൊടുത്തത്. ഇൻറ്റു 110/100 ഇതാണ് ബാലൻ വാങ്ങിയ വില. ഈ വിലയിൽ നിന്ന് 10% ലാഭത്തിനാണ് ഡേവിഡിന് കൊടുത്തത്. അപ്പൊ ഇതിന്റെ 110% എത്രയാണോ ആ വിലയ്ക്കാണ് ഡേവിഡിന് കൊടുത്തത്, ആണോ? സോ ഇത് എത്ര രൂപയ്ക്കാണ് കൊടുത്തതെന്നറിയാൻ ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. സോ ആൻസർ 1936 കിട്ടിക്കോളും ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ. ഒരു ഉൽപ്പന്നം 640 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അതുതന്നെയാണ് ആ ഉൽപ്പന്നം 520 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. എങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഉൽപ്പന്നം 640 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അത് തന്നെയാണ് ആ ഉൽപ്പന്നം 520 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. എങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? അതായത് ഒരു സാധനം 640 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപ ലാഭം കിട്ടുമോ അത്രയും തന്നെ നഷ്ടം ഉണ്ടാകും അത് 520 രൂപയ്ക്ക് വിൽക്കുമ്പോൾ. എങ്കിൽ അതിന്റെ ഒറിജിനൽ വില എത്ര എന്നാണ് കുഞ്ഞുങ്ങളെ ചോദ്യം. ഈ വലിയ ചോദ്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അതായത് ഈ ചോദ്യം ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു സാധനം 12 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭവും 8 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും തുല്യമാണ്. ഒരു സാധനം 10 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന ലാഭവും 8 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. എങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര? ഇതായിരുന്നു ചോദ്യം എന്ന് വിചാരിക്കുക. ഒന്നുകൂടെ പറയാം. ഒരു സാധനം 12 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അത് തന്നെയാണ് ഇത് 8 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടം. എങ്കിൽ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ ഈ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള സംഖ്യ ഏതാണോ അതാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ 12 രൂപയ്ക്ക് വിറ്റാൽ 2 രൂപ ലാഭം കിട്ടും. 8 രൂപയ്ക്ക് വിറ്റാൽ 2 രൂപ നഷ്ടം ഉണ്ടാകും. ശരിയല്ലേ? അപ്പൊ 12 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന ലാഭം 2 രൂപയാണ്. 8 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും 2 രൂപയാണ്. അപ്പൊ ശരിയായില്ലേ? 10 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭം 8 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന നഷ്ടവും തുല്യമാണെങ്കിൽ ആ സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് 10 രൂപയായിരിക്കണം. അതായത് ഈ 12നും ഈ 8നും കറക്റ്റ് നടുവിലുള്ള സംഖ്യയാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരേണ്ടത് അല്ലെ. 12നും 8നും നടുവിലുള്ള സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ 12ഉം 8ഉം കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. കണ്ടോ, 12ഉം 8ഉം കൂട്ടി 20/2 10 ആൻസർ കിട്ടിക്കോളിയല്ലേ. അപ്പൊ രണ്ട് സംഖ്യകളുടെ നടുക്കത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ആ രണ്ട് സംഖ്യകൾ കൂട്ടി ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ചോദ്യം ഇനി ശ്രദ്ധിച്ചേ. ഇവിടെ പറഞ്ഞേക്കുന്നത്
640 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭവും 520 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും തുല്യമാണ് എങ്കിൽ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്ക് വരുന്ന സംഖ്യയല്ലേ മക്കളെ? ഇതിന്റെ നടുക്ക് വരുന്ന സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ കൂട്ടി പകുതി എടുക്കണം. 640 പ്ലസ് 520 ഡിവൈഡഡ് ബൈ 2 ആണ് ഉത്തരവായിട്ട് വരുന്നത്. ശരിയാണോ? എത്ര കിട്ടും മക്കളെ? എത്ര കിട്ടും? നമ്മൾ രണ്ടും കൂട്ടി പകുതി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 580 എന്നാണ്. 580 എന്നാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് 580 ആണ് എന്ന് കിട്ടും. കണ്ടോ? കോസ്റ്റ് പ്രൈസ് 580 ആണെങ്കിൽ 640 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 60 രൂപ ലാഭം കിട്ടും. 520 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 60 രൂപ നഷ്ടമാകും. അപ്പൊ 640 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭവും 520 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും സെയിം ആകും. ശരിയല്ലേ? അപ്പൊ ഇവിടെ ചോദ്യത്തിന്റെ ആൻസർ എത്ര വരും? 580 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം, 580. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ രണ്ടും കൂട്ടി പകുതി എടുക്കുന്നതായിരിക്കും നടുക്കത്തെ സംഖ്യയായിട്ട് വരുന്നത് അല്ലെ? അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റിനെ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഒരു TV 6500 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭവും ആ TV 3500 രൂപയ്ക്ക് വിറ്റായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യം എങ്കിൽ ആ ടിവിയുടെ വാങ്ങിയ വില എത്ര? അല്ലെ? 6500 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭവും 3500 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും തുല്യം എങ്കിൽ അതിന്റെ വാങ്ങിയ വില നമുക്കറിയാം. വാങ്ങിയ വില ഇതിന്റെ രണ്ടിനും കറക്റ്റ് നടുക്കുള്ള സംഖ്യയായിരിക്കും. അപ്പൊ 6500 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭവും പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? 3500 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും തുല്യമെങ്കിൽ അതിന്റെ വാങ്ങിയ വില കറക്റ്റ് നടുക്കത്തെ സംഖ്യയാണ്. ശരിയല്ലേ? ഈ നടുക്കത്തെ സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 6500 3500 കൂട്ടണം. 6500 പ്ലസ് 3500 ഡിവൈഡഡ് ബൈ 2. ശരിയാണോ? 6500 ഡിവൈഡഡ് ബൈ 3500 6500 പ്ലസ് 3500 ഡിവൈഡ് ബൈ 2 10000 ബൈ 2 ആൻസർ 5000 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതിന്റെ നടുക്കത്തെ സംഖ്യയായിട്ട് വരുന്നത് 5000 ആണ്. 5000 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 6500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1500 രൂപ ലാഭം. 3500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1500 രൂപ നഷ്ടം. അപ്പം 6500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭവും 3500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും തുല്യമായിട്ട് വരും. ഓക്കെ, മുന്നോട്ട് അടുത്ത ചോദ്യം ഇതാണ്. ഒരു സ്കൂട്ടർ 12,750 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭവും 9,250 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. 20% ലാഭം കിട്ടണമെങ്കിൽ ആ സ്കൂട്ടർ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതാണ്. വാങ്ങിയ വില കാണാനല്ല, 20% ലാഭം കിട്ടാൻ വിൽക്കേണ്ട വിലയാണ്. ആദ്യം ഇതിന്റെ വാങ്ങിയ വില കണ്ടുപിടിക്കാം. ഇവർ പറഞ്ഞേക്കുന്നത് 12,750 അല്ലെ? 12,750 വിറ്റാൽ കിട്ടുന്ന ലാഭവും അല്ലെ? ഇനി 9,250 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന നഷ്ടവും തുല്യം എങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. അത് ഇതിന് രണ്ടിനും നടുക്ക് വരുന്ന സംഖ്യ അല്ലെ? രണ്ടും കൂടെ കൂട്ടുക. 12,750 പ്ലസ് 9,250 കൂട്ടുമ്പോൾ 22,000 എന്ന് വരും. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1,100 ആണ് മക്കളെ. ഇവിടെ 11,000 ആണ് മക്കളെ. ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് 22,000ന്റെ പകുതി 11,000 കേട്ടോ. എങ്ങനെ വന്നു? ഇതും കൂടെ കൂട്ടുമ്പോൾ 22 പകുതി 11,000. ശരിയല്ലേ? ഇനി ചോദ്യം ഇതാണ്. 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? എനിക്ക് കോസ്റ്റ് പ്രൈസ് 11,000 ആണെന്ന് മനസ്സിലായി. ശരിയാണോ? 20% ലാഭം കിട്ടാൻ വിൽക്കേണ്ടത് ഈ 11,000 രൂപയുടെ 120% എത്ര എന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? 120/100. 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നറിയാൻ 11,000 ആണ് കോസ്റ്റ് പ്രൈസ്. അതിന്റെ 120% കണ്ടുപിടിച്ചാൽ പോരെ? സോൾവ് ചെയ്തെടുക്കുമ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം. ഈ 2 0 ഈ 2 0 വെട്ടിപ്പോകും. 11 × 12 ചെയ്യാം. നമുക്ക് കിട്ടും 132. എത്ര 0 വരും? 2 0. സോ 13,200. 13,200 രൂപയ്ക്ക് വിറ്റാൽ 13,200 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 20% ലാഭം കിട്ടിക്കോളും. 13,200 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 20% ലാഭം കിട്ടിക്കോളും.
അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,000 കണ്ടുപിടിച്ചു അല്ലെ. ഇനി 20% ലാഭം കിട്ടാൻ വിൽക്കേണ്ട വില ഈ 11,000ന്റെ 120% കണ്ടാൽ പോരെ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണമെങ്കിൽ 100% എന്ന് പറയുന്നതാണ് 11,000 ശരിയല്ലേ. 120% എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ ചെയ്താലും മതി അല്ലെ. അപ്പൊ ആൻസർ 13,200 എന്ന് കിട്ടിക്കോളും, 13,200 എന്ന് കിട്ടിക്കോളും. ഈ രീതിക്കും അത് ചെയ്തെടുക്കാം. ഈ ടൈപ്പ് നല്ല ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാം. 19ാമത്തെ ടൈപ്പാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. 19ാമത്തെ ടൈപ്പ്, ഒരു വസ്തുവിന് 10% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 8% ലാഭം ലഭിക്കണം എങ്കിൽ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം അധികമായി അതിന് വില നിശ്ചയിക്കണം. ഒരു വസ്തുവിന് 10% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 8% ലാഭം ലഭിക്കണമെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം അധികമായി അതിന് വില നിശ്ചയിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് ഒരു സാധനത്തിന് 10% എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പം 8% ലാഭം കിട്ടണം എങ്കിൽ എത്ര ശതമാനം കൂട്ടി വില നിശ്ചയിക്കണം എന്നതാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് 19 ചോദ്യങ്ങൾക്ക് പ്രോബ്ലം ബേസ്ഡ് ഓൺ 100 എന്ന് ഹെഡിങ് കൊടുക്കാം. 19ാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾക്ക് എങ്ങനെ ഹെഡിങ് കൊടുക്കാം? പ്രോബ്ലം ബേസ്ഡ് ഓൺ 100. 100ന്റെ ലോജിക്കിൽ 100ന്റെ ബേസിലാണ് നമ്മൾ ഈ കണക്കുകൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ 100 എന്ന് പേര് കൊടുക്കുക കേട്ടോ. ശ്രദ്ധിച്ചു. ഞാൻ മക്കളെ ഒരു വസ്തുവിന് 10% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 8% ലാഭം ലഭിക്കണമെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം അധികമായി വില നിശ്ചയിക്കണം എന്നല്ലേ ചോദിച്ചേക്കുന്നേ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് 100 എന്നെടുത്തു. കോസ്റ്റ് പ്രൈസ് 100 എന്നെടുത്തു ശരിയല്ലേ. കോസ്റ്റ് പ്രൈസ് 100. ഇതാണ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ 100. 100ന്റെ വാല്യൂ എടുത്ത് നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്യുക. കോസ്റ്റ് പ്രൈസ് 100 രൂപ വിലയുള്ള ഒരു സാധനം, കോസ്റ്റ് പ്രൈസ് 100 എന്നെടുത്തു. ഓക്കെ അല്ലേ മക്കളെ. ഇനി എനിക്കറിയാം ഞാൻ 10% ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പം 8% ലാഭം കിട്ടണം. 8% ലാഭം കിട്ടണമെങ്കിൽ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 108 രൂപയായിരിക്കണം. 100 രൂപയുടെ സാധനം ആണെങ്കിൽ 8% ലാഭം കിട്ടണമെങ്കിൽ 108 രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം ശരിയല്ലേ. ഈ 108 രൂപ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്ത ശേഷം ഉള്ള എമൗണ്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട് കഴിഞ്ഞാണ് 108 കിട്ടണ്ടേ. അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ 90% എന്ന് പറയുന്നതാണ് 108 രൂപ. മാർക്കറ്റ് പ്രൈസിന്റെ 90% എന്ന് പറയുന്നതാണ് 108 രൂപ. മാർക്കറ്റ് പ്രൈസ് എത്ര എന്നറിയാൻ 100% എത്ര എന്ന് നോക്കണം. മാർക്കറ്റ് പ്രൈസിന്റെ 90% 108 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്ര എന്നറിയാൻ 100% എത്ര എന്ന് നോക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരവായി 100 × 108 ഡിവൈഡഡ് ബൈ 90 ആണോ. ഡിവൈഡഡ് ബൈ 90. നമുക്കറിയാം ഈ 0 വെട്ടിക്കളയാം. ഈ 9ഉം 10ഉം വെട്ടിക്കളയാ ഒരു തവണ, 18ൽ 2 തവണ. സോ നമുക്ക് ആൻസർ 120 എന്ന് കിട്ടും. 120 രൂപ എന്ന് കിട്ടും. അപ്പൊ മാർക്കറ്റ് പ്രൈസ് 120 ആയിരുന്നു എന്ന് മനസ്സിലായി അല്ലെ. നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് 100 അല്ലേ, മാർക്കറ്റ് പ്രൈസ് 120 അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം 20% വില കൂട്ടി വെച്ചു എന്നല്ലേ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 20%. ഒന്നുകൂടെ പറയട്ടെ മക്കളെ, വേറെ ഒന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ചോദ്യമല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സംഗതി ഈസിയാണ്. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അതായത് ഒരു സാധനം, ഞാനൊരു കച്ചവടക്കാരനാണ്. എനിക്ക് എൻ്റെ കടയിലെ സാധനങ്ങൾക്കെല്ലാം 10% ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന കാര്യം നിർബന്ധമാണ്. ഏതെടുത്താലും 10% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് ഞാൻ ബോർഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും 10% ഡിസ്കൗണ്ട് ഉണ്ട്.
പക്ഷേ എനിക്ക് വേറൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്താലും കൊള്ളാം, എനിക്ക് ഓവറോൾ 8% ലാഭം കിട്ടണം. എനിക്ക് ഓരോ സാധനം വിൽക്കുമ്പോഴും 8% ലാഭം കിട്ടണം. ഇതാണ് എൻ്റെ നിർബന്ധം. അപ്പോൾ 10% എല്ലാ സാധനങ്ങൾക്കും ഡിസ്കൗണ്ട് കൊടുക്കണം എന്നത് എൻ്റെ നിർബന്ധമാണ്. എനിക്ക് കച്ചവടം നടത്തി കഴിയുമ്പോൾ 8% ലാഭം കിട്ടണം എന്നതും എൻ്റെ നിർബന്ധമാണ്. അതിന് ഞാൻ ആദ്യം വില കൂട്ടി എഴുതി വെക്കില്ലേ? അങ്ങനെ എത്ര ശതമാനം വില കൂട്ടി എഴുതി വെച്ചിട്ട് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽക്കുമ്പോഴാണ് എനിക്ക് 8% ലാഭം കിട്ടുന്നതാണ് ചോദ്യം. കേട്ടോ? അപ്പൊ എനിക്ക് എൻ്റെ സ്റ്റാഫിനോടെല്ലാം പറയണം, ഇത്ര ശതമാനം നിങ്ങൾ വില കൂട്ടി എഴുതി വെക്കണം, എന്നിട്ട് ഇത്ര ശതമാനം 10% ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് പറയണം. എങ്കിലേ എനിക്ക് 8% ലാഭം കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം എത്ര ശതമാനം വില കൂട്ടി എഴുതി വെക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ ചെയ്ത രീതി കോസ്റ്റ് പ്രൈസ് 100 എടുത്തു. അതായത് ഒരു അസ്യൂം ചെയ്തു ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് 100 ആയിരുന്നു അല്ലേ? എനിക്ക് 8% ലാഭം വേണ്ട ലാസ്റ്റ് വിറ്റ് കഴിയുമ്പം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 108 രൂപയ്ക്ക് ഫൈനലി വിൽക്കാൻ പറ്റണം. 100 രൂപയുടെ സാധനം 108 രൂപയ്ക്ക് വിറ്റാലേ 8% ലാഭമാവുള്ളൂ. അപ്പൊ 100 രൂപയുടെ സാധനം എനിക്ക് 108 രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം. ശരിയാണോ? ആണ്. ഇനി എനിക്കറിയാം മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴാണ് 108 കിട്ടേണ്ടത്. അതായത് മാർക്കറ്റ് പ്രൈസിന്റെ 90% ആയിരിക്കണം 108. മാർക്കറ്റ് പ്രൈസിന്റെ 90% 108 ആണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടാൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ശരിയല്ലേ? അപ്പൊ എനിക്ക് മാർക്കറ്റ് പ്രൈസ് കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. മാർക്കറ്റ് പ്രൈസ് 120 എന്ന് കിട്ടി. അപ്പൊ 100 രൂപയുടെ സാധനമാണ് നമ്മൾ 120 രൂപ എന്ന് എഴുതി വെച്ചേക്കുന്നത് അല്ലെ? 100 രൂപയുടെ സാധനം 120 രൂപ എന്ന് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് എഴുതി വെച്ചാൽ 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ 108 രൂപ കിട്ടും. അപ്പൊ 8% ലാഭമായിക്കോളും. അപ്പൊ എത്ര ശതമാനം വില കൂട്ടി എഴുതി വെക്കണം എന്ന് ചോദിച്ചാൽ 20% വില കൂട്ടി എഴുതി വെക്കണം. എത്ര ശതമാനം വില കൂട്ടി എഴുതി വെക്കണം എന്ന് ചോദിച്ചാൽ 20% വില കൂട്ടി എഴുതി വെക്കണം. അപ്പൊ 100 രൂപയുടെ സാധനത്തിന് 120 രൂപ എന്ന് എഴുതി വെച്ചാൽ നമുക്ക് 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ 8% ലാഭം കിട്ടിക്കോളും. എത്ര ശതമാനം വില കൂട്ടി എഴുതി വെക്കണം? 20% വില കൂട്ടി എഴുതി വെക്കണം. അടുത്തൊരു ചോദ്യം നോക്കാവേ. 1-2 ചോദ്യമാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നോളൂ. ഒരു വസ്തുവിന് 20% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 12% ലാഭം ലഭിക്കണം. 20% ഡിസ്കൗണ്ട് നൽകും. 20% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 12% ലാഭം കിട്ടണം എങ്കിൽ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം അധികമായി അതിന് വില നിശ്ചയിക്കണം? 20% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 12% ലാഭം കിട്ടണം എങ്കിൽ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം അധികം വില കൂട്ടി എഴുതണം. ഞാൻ കോസ്റ്റ് പ്രൈസ് 100 എന്ന് എടുത്തു. കോസ്റ്റ് പ്രൈസ് 100 രൂപ വിലയുള്ള ഒരു സാധനം അല്ലേ? ഓക്കെ. ഇതിന് വിറ്റ് കഴിയുമ്പം 12% ലാഭം കിട്ടണം അല്ലേ? അപ്പൊ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 112 രൂപയായിരിക്കണം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 112 രൂപയായിരിക്കും. അതായത് 12% ലാഭം കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്നത് 112 ആയിരിക്കണം. കോസ്റ്റ് പ്രൈസ് 100 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 112 ആണെങ്കിലേ കോസ്റ്റ് പ്രൈസ് 100 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 112 ആണെങ്കിലേ നമുക്ക് 12% ലാഭം കിട്ടത്തുള്ളൂ. ഇനി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴാണ് 112 കിട്ടേണ്ടത്. അതായത് മാർക്കറ്റ് പ്രൈസിന്റെ 80%, എന്തിന്റെ? മാർക്കറ്റ് പ്രൈസിന്റെ 80% എന്ന് പറയുന്നതാവണം 112 അല്ലേ? അപ്പം മാർക്കറ്റ് പ്രൈസ് എത്ര എന്നറിയാൻ 100% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കണം. 80% 112 രൂപയ്ക്ക് തുല്യമാണെങ്കിൽ 100% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കി ഉത്തരവായി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 112 ഡിവൈഡഡ് ബൈ 80 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. നമുക്ക് 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 5 തവണ. 20 വെച്ച് വെട്ടിയാൽ ഇത് 4 തവണ. 4 112 വെട്ടാം. 11ൽ 4 2 തവണ 8 വരെ. ബാക്കി ശിഷ്ടം 3 32ൽ 8 28 × 5 140 എന്ന് കിട്ടും. അതായത് 140 രൂപയായിരിക്കണം മാർക്കറ്റ് പ്രൈസ്.
അപ്പൊ 100 രൂപയുടെ സാധനത്തിന്റെ മാർക്കറ്റ് പ്രൈസ് 140 എന്ന് എഴുതി വെച്ചാലേ 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ 12% ലാഭം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എത്ര ശതമാനം കൂട്ടി വില എഴുതി വെക്കണം എന്ന് ചോദിച്ചാൽ 40% കൂട്ടി വില എഴുതി വെക്കണം. 40% കൂട്ടി വില എഴുതി വെച്ചാലേ 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ ബാക്കി 12% ലാഭം കിട്ടുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 40%. 40%. കണ്ടോ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിലെ കണക്കുകൾ കുറച്ചുകൂടെ കൺഫ്യൂസിങ്ങും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരിക്കും. നിങ്ങൾ 1-2 തവണ ക്ലാസ് കേട്ട് നോക്കുക. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ കേൾക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 1-2 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നോളും കേട്ടോ. ഇത് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കണക്കുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം മക്കളെ, ഒരു വസ്തുവിന് 20% ഡിസ്കൗണ്ട് നൽകിയ ശേഷം 20% ലാഭം ലഭിക്കണമെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം അധികമായി വില നിശ്ചയിക്കണം? അപ്പൊ 20% ഡിസ്കൗണ്ട് കൊടുക്കും, അതിനുശേഷം 20% ലാഭം കിട്ടണം അല്ലെ. അപ്പൊ ഞാൻ കോസ്റ്റ് പ്രൈസ് 100 എന്നെടുത്തു മക്കളെ. കോസ്റ്റ് പ്രൈസ് 100, കോസ്റ്റ് പ്രൈസ് 100 രൂപ അല്ലേ. ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? 20% ലാഭം എന്തായാലും കിട്ടണം അല്ലെ. അപ്പൊ 120 രൂപയായിരിക്കണം എന്ത് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 100 രൂപ, 20% ലാഭം കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 120 രൂപയായിരിക്കണം. ആണോ? എനിക്കറിയാം മാർക്കറ്റ് പ്രൈസിൽ നിന്നും അല്ലെ, മാർക്കറ്റ് പ്രൈസിന്റെ 20% ഡിസ്കൗണ്ട് കഴിഞ്ഞാണ് 120 വരേണ്ടത്. അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ 80% എന്ന് പറയുന്നതായിരിക്കണം 120 രൂപ. മാർക്കറ്റ് പ്രൈസിന്റെ 80% ആയിരിക്കണം 120 രൂപ. 100% എത്ര എന്ന് കണ്ടാൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലാക്കാം. എന്ത് ചെയ്യാം മക്കളെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 ഇൻറ്റു ആണോ 120 ഡിവൈഡഡ് ബൈ 80 അല്ലേ. സോ ഇതും കൂടെ വെട്ടിക്കളയാം. ഇത് 4 തവണ, ഇത് 5 തവണ, 4ഉം 120 കൂടെ വെട്ടിക്കളയാം. 3 30, ആൻസർ 150 എന്ന് വരും. 150 എന്ന് വരും. 150. അതായത് 100 രൂപയുടെ സാധനത്തിന് 150 രൂപ എന്ന് എഴുതി വെക്കണം. അതായത് 50% വില കൂട്ടി എഴുതി വെച്ചാലേ 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ 20% ലാഭം കിട്ടുള്ളൂ. അപ്പൊ 100 രൂപയുടെ സാധനത്തിന് 150 എന്ന് എഴുതി വെക്കണം. അതായത് ആദ്യം 50% വില കൂട്ടി എഴുതി വെക്കണം. എന്നിട്ട് 20% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി 20% ലാഭം കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്രയാ? 50% ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. ഒരാൾ അയാളുടെ ഉൽപ്പന്നത്തിന്റെ വില 35% അധികമായി രേഖപ്പെടുത്തുന്നു. ഇനി എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് വിൽക്കുമ്പോഴാണ് അയാൾക്ക് 8% ലാഭം കിട്ടുന്നത്? ഇതാണ് ചോദ്യം. നമ്മൾ മുമ്പേ ചെയ്ത അതേ പാറ്റേൺ തന്നെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ. എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ അയാൾ ഉൽപ്പന്നത്തിന്റെ വില 35% അധികമായി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഇവിടെ ഞാൻ കോസ്റ്റ് പ്രൈസ് മക്കളെ 100 എന്ന് എടുക്കുന്നു. കോസ്റ്റ് പ്രൈസ് 100 രൂപ എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇനി അയാൾ ഉൽപ്പന്നത്തിന്റെ വില 35% അധികമായി രേഖപ്പെടുത്തിയുന്നുണ്ട്. അപ്പൊ അയാൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വില അതാണ് കൂടുതൽ രേഖപ്പെടുത്തിയേക്കുന്നത്. 35% അത് 135 രൂപയാണ്. 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 35% അധികമായി വില നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ 135 രൂപ എന്ന് എഴുതി വെച്ചു എന്നർത്ഥം. അപ്പൊ 100 രൂപയുടെ സാധനം 135 രൂപ എന്ന് വില എഴുതി വെച്ചു. ഇനി അയാൾക്ക് 8% ലാഭം കിട്ടിയാൽ മതി. അതായത് സെല്ലിംഗ് പ്രൈസ് വിൽക്കുമ്പോൾ അയാൾക്ക് 108 രൂപ കിട്ടിയാൽ മതി. 8% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 108 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുക എന്നാ. 8% ലാഭം കിട്ടിയാൽ മതി. അതിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടെ പറയാം. ഒരു സാധനത്തിന്റെ വില 100 രൂപ എന്നെടുത്തു.
അയാൾ അതിന്റെ വില 35% കൂട്ടി എഴുതി വെച്ചു, അതായത് 135 രൂപ എന്ന് എഴുതി വെച്ചു. അയാൾക്ക് വിൽക്കുമ്പോൾ 108 രൂപ കിട്ടിയാൽ മതി. എത്ര ശതമാനം അയാൾ ഡിസ്കൗണ്ട് കൊടുക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ ആദ്യം എത്ര രൂപ കൊടുക്കണം എന്ന് നോക്കാം. ഈ 135 എന്ന് എഴുതി വെച്ചത് വിൽക്കുമ്പോൾ 108 കിട്ടിയാൽ മതി എങ്കിൽ എത്ര രൂപ കുറച്ചു കൊടുക്കാം മക്കളെ? നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റുന്നത് 135 മൈനസ് 108 ആണ്. 27 രൂപയുടെ ഡിസ്കൗണ്ടിൽ വിൽക്കാൻ പറ്റും. 135 രൂപയുടെ സാധനം എനിക്ക് 108 രൂപ വിറ്റാൽ കിട്ടിയാൽ മതിയെങ്കിൽ 27 രൂപ കുറച്ചു കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ ഡിസ്കൗണ്ട് 27. എത്ര ശതമാനം ഡിസ്കൗണ്ട് കാണണം എന്നല്ലേ? അപ്പൊ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അല്ലേ കാണണ്ടേ? ഡിസ്കൗണ്ട് 27 രൂപയാണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര എന്നറിയാൻ ഈ കുറവായിട്ട് വന്ന 27, മാർക്കഡ് പ്രൈസ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ആയിട്ടുള്ള 27, മാർക്കഡ് പ്രൈസ് ആയ 135ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. അപ്പൊ 27/135 × 100. എനിക്കറിയാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് × 100 ആണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് 27, മാർക്കഡ് പ്രൈസ് 135. 27/135 × 100 ആണ് മക്കളെ. 27 × 5 ആണ് 135. 100 ഡിവൈഡഡ് ബൈ 5, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ 20% എന്നാണ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 20%. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ചോദ്യം ഇവിടെ ചെയ്യാം. ചോദ്യം ഇതാണ്: ഒരാൾ അയാളുടെ ഉൽപ്പന്നത്തിന്റെ വില 65% അധികമായി രേഖപ്പെടുത്തുന്നു. ഇനി എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റാലാണ് അയാൾക്ക് 32% ലാഭം കിട്ടുന്നത് എന്നതാണ് ചോദ്യം. ആണോ? ഓക്കെ. അപ്പൊ ആദ്യം നോക്കിക്കേ, മാർക്കഡ് പ്രൈസ് മക്കളെ 100 എന്നെടുത്തു. 100 രൂപ, സോറി, മാർക്കഡ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസ് 100 എന്നെടുത്തു അല്ലെ. 100 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാധനം, മുടക്ക് മുതൽ 100 രൂപ. ഓക്കെ, ഇതിന്റെ വില 65% അധികമായി രേഖപ്പെടുത്തി എന്നുണ്ട്. ആണോ? അപ്പൊ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് സോറി മാർക്കഡ് പ്രൈസ് എനിക്ക് 165 എന്ന് എഴുതി വെക്കാം. 165 രൂപ എന്ന് എഴുതി വെക്കാം. ആണോ? അതായത് 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് അല്ലേ? അങ്ങനെ അസ്യൂം ചെയ്തു. 65% അധികമായി വില നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാർക്കറ്റ് പ്രൈസ് 165 എന്ന് എടുത്തു. ഇനി 32% ലാഭം കിട്ടിയാൽ മതി. അതായത് സെല്ലിംഗ് പ്രൈസ് 132 രൂപ കിട്ടിയാൽ മതി. 100 രൂപയുടെ സാധനത്തിന് 132 രൂപ കിട്ടിയാൽ 32% ലാഭം ആയിക്കോളും. അപ്പൊ എനിക്ക് മനസ്സിലായി, കോസ്റ്റ് പ്രൈസ് 100, വില കൂട്ടി വെച്ച് 65%, 165 രൂപ വിൽക്കുമ്പോൾ കിട്ടേണ്ടത് 132 രൂപ. 132 രൂപ കിട്ടിയാൽ 32% ലാഭം കിട്ടിക്കോളും. എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം എന്നാണ് ചോദ്യം. ആദ്യം എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് നോക്കാം. 165 132 നമ്മൾ വ്യത്യാസം 33 രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അത് എത്ര ശതമാനം എന്ന് അറിയണ്ടേ? അപ്പൊ കണ്ടുപിടിക്കേണ്ട സാധനം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. ആണോ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് × 100. ഡിസ്കൗണ്ട് 33 ആണ്. മാർക്കഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 165 ആണ് × 100. 33 ഡിവൈഡഡ് ബൈ 165 × 100 ആണോ മക്കളെ? ഇതും കൂടെ അങ്ങ് വെട്ടിക്കളയാം. 5 തവണയാണ്. 5 തവണ എന്ന് പറയുമ്പോൾ ഈ 5ഉം 100ഉം കൂടെ വീണ്ടും വെട്ടിക്കളയാം. 20. ആൻസർ 20% ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് എന്ന് കിട്ടും. അതായത് 65% വില കൂട്ടിയിട്ടിട്ട് 32% ലാഭം കിട്ടണമെങ്കിൽ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ, 20% എന്നാണ് വരുന്നത്. വാങ്ങിയ വില വിറ്റ വിലയുടെ 80% ആണെങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. വാങ്ങിയ വില എന്നത് വിറ്റ വിലയുടെ 80% എങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഓക്കെ, ഞാൻ ഈ കണക്ക് ചെയ്യാൻ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില ഞാൻ 100 രൂപ എന്നെടുത്തു. വിറ്റ വില ഞാൻ 100 രൂപ എന്ന് അസ്യൂം ചെയ്തു. വിറ്റ വില 100 രൂപയാണ്.
ഇവർ പറയുവാണ് വാങ്ങിയ വില എന്നത് വിറ്റ വിലയുടെ 80%. അപ്പം വിറ്റ വില 100 ആണെങ്കിൽ വിറ്റ വിലയുടെ 80% എന്ന് പറഞ്ഞാൽ 80 രൂപ. അപ്പൊ വാങ്ങിയ വില 80 രൂപയായിരിക്കും. ആണോ? എങ്കിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്നാണ് ചോദ്യം. വാങ്ങിയ വില 80ഉം വിറ്റ വില 100ഉം ആണെങ്കിൽ ലാഭമല്ലേ? ലാഭ ശതമാനം എങ്ങനെ കാണും? ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം 20, കോസ്റ്റ് പ്രൈസ് 80, 20 ബൈ 80 ഇൻറ്റു 100. ആൻസർ എത്രയാ? 25% കച്ചവടത്തിലെ ലാഭം. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കണ്ടോ? ഒന്നുകൂടെ പറയട്ടെ. ഇവർ പറയുവാണ് വാങ്ങിയ വില എന്നത് വിറ്റ വിലയുടെ 80%. ശരി, അപ്പൊ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ വിറ്റ വില 100 എന്നെടുത്തു. വിറ്റ വില എത്രയാണോ അതിന്റെ 80% വാങ്ങിയ വില. വിറ്റ വില 100 എന്ന് എടുക്കുവാണെങ്കിൽ വാങ്ങിയ വില 80 ആയിരിക്കും. കാരണം വിറ്റ വിലയുടെ 80% വാങ്ങിയ വില. അപ്പൊ വിറ്റ വില 100 ആണെങ്കിൽ വാങ്ങിയ വില 80 ആയിരിക്കും. വിറ്റ വില 100 ആണെങ്കിൽ വാങ്ങിയ വില 80 ആയിരിക്കും അല്ലെ? വിറ്റ വിലയുടെ 80% വാങ്ങിയ വില. അപ്പൊ വിറ്റ വില 100 ആണെങ്കിൽ വാങ്ങിയ വില 80. ഓക്കെ, അപ്പൊ വാങ്ങിയ വില 80 വിറ്റ വില 100 ആണെങ്കിൽ ലാഭം എത്ര ശതമാനം എന്നറിയാം? 20 രൂപയാണ് ലാഭം. വാങ്ങിയ വില 80 ആണ്. 20 ബൈ 80 ഇൻറ്റു 100. ആൻസർ 25% എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ ഒരാൾക്ക് അതിന്റെ വിൽപ്പന വിലയുടെ 30% ലാഭം ലഭിച്ചു എങ്കിൽ വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കി ലാഭ ശതമാനം എത്രയാണ്? മക്കളെ, നമ്മൾ എപ്പോഴും ലാഭവും നഷ്ടവും പറയുന്നത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തായിരിക്കും. നമ്മൾ എപ്പോഴും ലാഭവും നഷ്ടവും പറയുന്നത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്താണ്. ഇവർ പറയുവാണ് വിൽപ്പന വില എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ? സോ സെല്ലിംഗ് പ്രൈസിന്റെ 30% ലാഭം എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ലാഭം എത്ര ശതമാനം എന്നാ ചോദിച്ചേക്കുന്നത്? എപ്പോഴും നമ്മൾ ലാഭവും നഷ്ടവും പറയുന്ന കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്താ. ഇവർ പറഞ്ഞേക്കുവാണ് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ അയാൾക്ക് അതിന്റെ വിൽപ്പന വിലയുടെ 30% ലാഭം ലഭിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. ആണോ? വിൽപ്പന വിലയുടെ 30% ലാഭം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ലാഭം സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്താ പറഞ്ഞേക്കുന്നത്. എങ്കിൽ യഥാർത്ഥത്തിൽ ലാഭം പറയേണ്ടത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തല്ലേ? യഥാർത്ഥത്തിൽ ലാഭം എത്ര ശതമാനം എന്നാ ചോദ്യം. 30% ലാഭം അതിന്റെ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ലാഭം എത്ര ശതമാനം എന്നാ ചോദ്യം. അപ്പൊ ഞാനിവിടെ സെല്ലിംഗ് പ്രൈസ് 100 എന്ന് എടുത്തു. സെല്ലിംഗ് പ്രൈസ് 100, വിറ്റ വില 100 ആണോ? വിറ്റ വില 100 രൂപയാണെങ്കിൽ വിറ്റ വിലയുടെ 30% ലാഭം കിട്ടിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്? വിൽപ്പന വിലയുടെ 30%. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലാഭം എന്നത് 30 രൂപയല്ലേ? വിൽപ്പന വില എത്രയാണോ അതിന്റെ 30% ലാഭം കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 100 രൂപയുടെ 30%, അതായത് 30 രൂപയാണ് ഇവിടുത്തെ ലാഭം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് 70 രൂപയായിരിക്കും. ശരിയല്ലേ? എന്നാലേ 100 രൂപയ്ക്ക് വിൽക്കും 30 രൂപ ലാഭം കിട്ടുള്ളൂ. ഇനി യഥാർത്ഥത്തിൽ ലാഭം എത്ര ശതമാനം എന്നറിയാൻ, യഥാർത്ഥ ലാഭ ശതമാനം എത്ര എന്നറിയാൻ ലാഭമായി കിട്ടിയ 30 രൂപ കോസ്റ്റ് പ്രൈസ് ആയ 70 രൂപയുടെ എത്ര ശതമാനം എന്ന് നോക്കണം. 30 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100. ഇതും വെട്ടിപ്പോയി 300 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. ആണോ? 300 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 30 7 4 തവണ 28 വരെ, ബാക്കി ശിഷ്ടം 20. 20 7 2 തവണ 14 വരെ, ബാക്കി 6/7. ഈ 42ഉം 6/7% എന്ന് കിട്ടും. 42ഉം 6/7% എന്നാണ് ആൻസർ കിട്ടുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ചെയ്തത് ശ്രദ്ധിച്ച് കേട്ടോ. ഇവർ പറഞ്ഞേക്കുന്നത് വിൽപ്പന വിലയുടെ സെല്ലിംഗ് പ്രൈസിന്റെ 30% ലാഭം കിട്ടിയെങ്കിൽ യഥാർത്ഥ ലാഭം എത്ര ശതമാനം? സെല്ലിംഗ് പ്രൈസ് 100 എന്ന് അസ്യൂം ചെയ്തു. ഇതിന്റെ 30% ലാഭം കിട്ടിയെങ്കിൽ 30 രൂപ ലാഭം കിട്ടിയെന്ന് അർത്ഥം. 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 30 രൂപ ലാഭം കിട്ടണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് 70 ആയിരിക്കണം. യഥാർത്ഥ ലാഭം കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്താ പറയണ്ടേ. അപ്പൊ യഥാർത്ഥ ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭമായി കിട്ടിയ 30 കോസ്റ്റ് പ്രൈസ് ആയ 70ന്റെ എത്ര ശതമാനം എന്ന് നോക്കിയാൽ മതി. ഇത്രയുള്ള അവിടുത്തെ പരിപാടി. ഓക്കെ, അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവാം. അടുത്തൊരു ചോദ്യം. 50% ലാഭത്തിൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ വിൽപ്പന വിലയെ അടിസ്ഥാനമാക്കിയുള്ള ലാഭ ശതമാനം എത്രയായിരിക്കും? 50% ലാഭത്തിൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ
ലാഭം വിൽപ്പന വിലയെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ എത്ര ശതമാനമാണെന്ന്. അതായത് ഇപ്പൊ 50% ലാഭത്തിനെ വിൽക്കുന്നത് എങ്കിൽ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്ത് അതിന്റെ ലാഭം പറഞ്ഞാൽ അത് എത്ര ശതമാനമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ കോസ്റ്റ് പ്രൈസ് 100 എന്ന് എടുത്തു, യഥാർത്ഥ വില 100 രൂപ. അതിന്റെ സെല്ലിംഗ് പ്രൈസ് 150 എന്നെടുത്തു, 150 രൂപ. കാരണം ഇപ്പം കച്ചവടം നടത്തുന്നത് 50% ലാഭത്തിനാണ്. അപ്പൊ 100 രൂപയുടെ സാധനമാണെങ്കിൽ ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത് 150 രൂപയ്ക്കാണെന്ന് അർത്ഥം. ശരിയല്ലേ? സോ 50% ലാഭത്തിൽ വിൽക്കുന്ന സാധനമാണ് ഓൾറെഡി. അപ്പൊ ഒറിജിനൽ വില 100 രൂപ, ഇപ്പൊ വിൽക്കുന്ന വില 150. അപ്പോൾ 50% ലാഭം കിട്ടൂല്ലോ. എങ്കിൽ ലാഭം വിറ്റ വിലയെ അടിസ്ഥാനമാക്കി എത്ര എന്നാ ചോദിച്ചേക്കുന്നത്. ഈ കച്ചവടത്തിൽ ലാഭം 50 രൂപയല്ലേ? ആണോ? 50 രൂപയാണ് ലാഭം. ലാഭം 50 രൂപയാണ്. ഈ ലാഭം വിറ്റ വിലയെ അടിസ്ഥാനമാക്കി പറയാൻ പറഞ്ഞാൽ 50 രൂപ 150 രൂപയാണ് വിറ്റ വില. 50 രൂപ 150 രൂപയുടെ എത്ര ശതമാനം നോക്കണം. സോ 50 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100, 50 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. ആൻസർ ഇതും വെട്ടിപ്പോയി. 3 തവണ 100/3 33.33% എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ 33.33%. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. കുറച്ച് ലോജിക്കലി ചിന്തിച്ച് ചെയ്യേണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ മനഃപൂർവ്വം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇതിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. കുറച്ച് റേഞ്ച് കൂട്ടി നമുക്ക് പഠിക്കണം. അതിനുവേണ്ടി 1-2 തവണ കേട്ട് കണ്ട് നോക്കുക. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് കാണാൻ ശ്രമിക്കുക. അപ്പൊ കുറച്ചുകൂടെ ഫോളോ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം. 50% ലാഭത്തിനാണ് ഓൾറെഡി വിൽക്കുന്നത്. അപ്പൊ 100 രൂപയുടെ സാധനമാണെങ്കിൽ 150 രൂപയ്ക്ക് വിൽക്കുന്നു. എങ്കിൽ ഇതിന്റെ ലാഭം വിറ്റുവിലയെ അടിസ്ഥാനമാക്കി പറയാനാണ്. നമുക്കറിയാം 50 രൂപയല്ലേ ഇവിടുത്തെ ലാഭം ആണ്. ഇത് വിറ്റുവിലയെ അടിസ്ഥാനമാക്കി പറയണമെങ്കിൽ 150 രൂപയാണ് വിറ്റുവില. അപ്പൊ 50 രൂപ 150 രൂപയുടെ എത്ര ശതമാനം എന്നാണ് നോക്കണ്ടേ. ആൻസർ 33.33% എന്നാണ് കിട്ടുന്നത്. ടൈപ്പ് 20 ചോദ്യം ഇതാണ്. ഒരാളുടെ കയ്യിൽ 600 കിലോഗ്രാം അരിയുണ്ട്. അതിൽ ഒരു ഭാഗം അയാൾ 15% ലാഭത്തിനും ബാക്കിയുള്ളത് 20% നഷ്ടത്തിലും വിൽക്കുന്നു. മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് 6% നഷ്ടമുണ്ടായി എങ്കിൽ 20% നഷ്ടത്തിൽ വിറ്റത് എത്ര കിലോഗ്രാം ആണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇത് വേറൊരു മോഡൽ, ഒരു നല്ല ചോദ്യമാണ്. ശ്രദ്ധിച്ചേ മക്കളെ. അതായത് ഒരാളുടെ കയ്യിൽ 600 കിലോഗ്രാം അരി ആകെയുണ്ട്. ആ അരിയുടെ ഒരു ഭാഗം അയാൾ 15% ലാഭത്തിലാണ് വിറ്റത്. ബാക്കിയുള്ളത് അയാൾ 20% നഷ്ടത്തിലാണ് വിറ്റത്. ഓക്കെ, മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് 6% നഷ്ടമാണ് ഉണ്ടായത് എങ്കിൽ 20% നഷ്ടത്തിൽ വിറ്റത് എത്ര കിലോഗ്രാം അരിയായിരുന്നു എന്നതാണ് ചോദ്യം. അപ്പൊ ഇത് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോ. ആകെ 600 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം 15% ലാഭത്തിന്, ബാക്കിയുള്ളത് 20% നഷ്ടത്തിന്. മൊത്തം കച്ചവടത്തിൽ 6% നഷ്ടം എങ്കിൽ നഷ്ടത്തിൽ വിറ്റത് എത്ര കിലോഗ്രാം? മക്കളെ, ചെയ്യാൻ നമ്മൾ അലിഗേഷൻ എന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആകെ 600 കിലോഗ്രാം അരിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകെ അളവ് 600 കിലോഗ്രാം ആണ്. ഓക്കെ, ശരി. ഇനി അതിൽ ഒരു ഭാഗം 15% ലാഭത്തിനല്ലേ വിറ്റത്. 15% ലാഭത്തിൽ വിൽക്കുന്നു എന്ന് പറയുമ്പം 115 എന്നെടുക്കുക. 15% ലാഭം ആയതുകൊണ്ടാണ് 115. 15% നഷ്ടമായിരുന്നെങ്കിൽ 85 എന്ന് എടുക്കണമായിരുന്നു. ഓക്കെ, 15% ലാഭം ആയതുകൊണ്ട് 100നോട് കൂട്ടിയെടുക്കണം എന്ന് സാരം. സോ അത് 115 എന്ന് വന്നു. ഇനി പറയുവാണ് ബാക്കിയുള്ളത് 20% നഷ്ടത്തിന് വിറ്റ്. നഷ്ടത്തിന് വിറ്റത് 100 കുറച്ച് പറയണം. അപ്പൊ 80. 20% നഷ്ടത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ 100 കുറച്ച് 80 എന്നെടുക്കുക. ഓക്കെ അല്ലേ? അത് 2 സ്ഥലത്തായിട്ട് എഴുതി, 2 അറ്റത്തായിട്ട് എഴുതി. ഇനി പറഞ്ഞേക്കുവാണ് ഓവറോൾ കച്ചവടത്തിൽ 6% നഷ്ടം ഉണ്ടായെന്ന്. അപ്പോൾ ഓവറാൾ ആയിട്ട് നഷ്ടമല്ലേ ഉണ്ടായത്? 6% നഷ്ടമല്ലേ? അപ്പം അത് 94 എന്നെഴുതി. ഓവറോൾ ആയതുകൊണ്ട് അത് ഞാൻ കറക്റ്റ് നടുക്ക് എഴുതി വെച്ചു. ക്ലിയർ ആണോ? അപ്പം എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? ഒന്ന്, ഒരു ഭാഗം 15% ലാഭത്തിനാ,
ബാക്കിയുള്ളത് 20% നഷ്ടത്തിനാണ് വിറ്റത്. ഓവറോൾ സംഭവിച്ചത് 6% നഷ്ടമായതുകൊണ്ട് 94 എന്ന് എഴുതി അത് നടുക്ക് എഴുതി വെച്ചു. ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ 3 അറ്റത്തായിട്ട് ഈ വാല്യൂസ് എഴുതി. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. കുറേ ഭാഗം 15% ലാഭത്തിന്, അപ്പൊ 115. വേറെ കുറേ ഭാഗം 20% നഷ്ടത്തിന്, അപ്പൊ 80. ഓവറോൾ 6% നഷ്ടം, അപ്പൊ 94. ഓവറോൾ ഉള്ളത് നടുക്ക് എഴുതുക, ബാക്കിയുള്ളത് 2 അറ്റത്തായിട്ട് എഴുതുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഉത്തരം തെറ്റില്ല. ശരി, ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതി വെക്കണം. എത്രയാ മക്കളെ? 115ഉം 94ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6ഉം 15ഉം 21 അല്ലേ? ഇനി ചെയ്യേണ്ടത് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് എഴുതി വെക്കണം. എത്രയാത് മക്കളെ? 14 ആണോ? ഇതിന്റെ റേഷ്യോ എടുക്കണം. 14:21. 7 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 2:3 എന്ന് വരും. 2:3 എന്ന് വരും അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ലാഭത്തിന് വിറ്റതിന്റെ താഴെ കിടക്കുന്നത് 2 എന്ന റേഷ്യോയും നഷ്ടത്തിന് വിറ്റതിന്റെ താഴെ കിടക്കുന്നത് 3 എന്ന റേഷ്യോയുമാണ്. ആണോ? അപ്പൊ അതിന്റെ അർത്ഥം ലാഭത്തിന് വിറ്റതും നഷ്ടത്തിന് വിറ്റതും 2:3 എന്ന റേഷ്യോയിലാണ് എന്നതാണ്. ചോദ്യം നഷ്ടത്തിന് വിറ്റത് എത്ര കിലോഗ്രാം ആണെന്നാ അല്ലേ? എനിക്കറിയാം 3ഉം 2ഉം 5. അഞ്ചിൽ 3 ഭാഗമാണ് ഇവിടെ നഷ്ടത്തിന് വിറ്റത്. ശരിയല്ലേ? 2ഉം 3ഉം 5. അതിൽ 5ൽ 3 ഭാഗമാണ് നഷ്ടത്തിന് വിറ്റത്. അപ്പൊ 600 കിലോഗ്രാമിന്റെ 5ൽ 3 ഭാഗം എത്ര എന്ന് നോക്കണം. ശരിയല്ലേ? സോ ഇതും കൂടെ വെട്ടിക്കളയാം. ആണോ? സോ 12 120 × 3 ആൻസർ 360 കിലോഗ്രാം എന്നാണ് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 360 കിലോഗ്രാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഈ മെത്തേഡാണ് അലിഗേഷൻ മെത്തേഡ് എന്നറിയപ്പെടുന്നത്. ഇത്തരം കണക്കുകൾ ചെയ്യാൻ ബെസ്റ്റ് അലിഗേഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഈ മോഡൽ ചോദ്യം ടൈപ്പ് 20 ചോദ്യങ്ങൾ ഓർത്ത് വെക്കുക. ആകെ 600 കിലോഗ്രാം ഉണ്ട് അല്ലേ? അതിൽ കുറേ ഭാഗം 20%, 15% ലാഭത്തിന് വിറ്റു, അപ്പൊ 115 എഴുതി. ബാക്കിയുള്ളത് 20% നഷ്ടത്തിന് വിറ്റു, അത് 80 എഴുതി. അപ്പൊ 2 അറ്റത്തായിട്ട് എഴുതി. ഓവറോൾ 6% നഷ്ടമാണ്. അപ്പൊ 100ൽ 6 കുറച്ച് 94 എഴുതി. നഷ്ടമായതുകൊണ്ട് 94 എഴുതി, 6 കുറച്ച് അത് നടുക്ക് എഴുതണം. ഓക്കെ, ഓവറോൾ സംഭവിച്ചത് എപ്പോഴും നടുക്ക് എഴുതണം, മറക്കരുത്. ഓക്കെ, ബാക്കി രണ്ടും ഇവിടെ ആയിട്ട് എഴുതുക. അത് ഇങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും പോയാൽ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ടാണ് എഴുതണ്ടേ. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ടാണ് എഴുതണ്ടേ. പക്ഷേ ഇതിന്റെ താഴെ കിടക്കുന്ന റേഷ്യോ ആയിരിക്കും അതിന്റെ റേഷ്യോ, ഇതിന്റെ താഴെ കിടക്കുന്ന റേഷ്യോ ആയിരിക്കും ഇതിന്റെ റേഷ്യോ അല്ലേ? ഡിഫറൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നെങ്കിലും ഈ 115ന്റെ താഴെ കിടക്കുന്നതാണ് അതിന്റെ റേഷ്യോ, 80ന്റെ താഴെ കിടക്കുന്ന അതിന്റെ റേഷ്യോ. ഇത് 15% ലാഭത്തിന് വിറ്റത് 2 എന്ന റേഷ്യോയിൽ, 20% നഷ്ടത്തിന് വിറ്റത് 3 എന്ന റേഷ്യോയിൽ. അപ്പൊ ലാഭത്തിന് വിറ്റതും നഷ്ടത്തിന് വിറ്റതും 2:3 എന്ന റേഷ്യോയിലാണ്. ക്ലിയർ ആണോ മക്കളെ? ആണ്. ഇനി എനിക്ക് മനസ്സിലായി 3ഉം 2ഉം 5 ഉണ്ട്. 5ൽ 3 ഭാഗമാണ് അവിടെ നഷ്ടത്തിന് വിറ്റതിന്റെ റേഷ്യോ. അപ്പം ആകെയുള്ള 600 കിലോഗ്രാമിന്റെ 5ൽ 3 ഭാഗം എത്ര എന്ന് കണ്ടുപിടിക്കണം. അടുത്ത ചോദ്യം. A fruit seller has 24 kilograms of apple. He sells a part of these at a gain of 20% and the remaining at a loss of 5%. If the whole he earns a profit of 10%, what is the quantity of apple sold at 5% loss? അല്ലെ, ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ 24 കിലോഗ്രാം ആപ്പിളുകൾ ഉണ്ട്. ശരി, അപ്പൊ ആകെയുള്ളത് 24 കിലോഗ്രാം ആപ്പിളുകളാണ് അല്ലെ. അതിൽ ഒരു ഭാഗം അയാൾ 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 120 എന്നല്ലേ എഴുതണ്ടേ? ഓക്കെ, ബാക്കിയുള്ളത് 5% നഷ്ടത്തിനാണ് വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 95 എന്നല്ലേ എഴുതേണ്ടത്? മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് 10% ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തം കച്ചവടത്തിൽ കിട്ടിയത് 10% ലാഭമായതുകൊണ്ട് മക്കളെ അത് 110 എന്നല്ലേ എഴുതണ്ടേ? അത് നടുക്കല്ലേ എഴുതണ്ടേ? ആണ്. അപ്പൊ ഇതാണ് 20% ലാഭത്തിന് വിറ്റത് ഇവിടെ എഴുതി.
5% നഷ്ടത്തിന് വിറ്റത് ഇവിടെ എഴുതി, ഓവറോൾ 10% ലാഭം കിട്ടിയത് ഓവറോൾ സംഭവിച്ചത് നടുക്ക് എഴുതി. ഓക്കെ, ഇനി എനിക്കറിയാം എങ്കിൽ ചോദ്യം നഷ്ടത്തിന് വിറ്റ ആപ്പിളുകൾ എത്ര കിലോഗ്രാം എന്ന് അല്ലേ? നമുക്കറിയാം ഇതിൻ്റെ ഡിഫറൻസ് ഇങ്ങോട്ടല്ലേ എടുക്കണ്ടേ മക്കളെ? എത്രയാണ് അതിൻ്റെ ഡിഫറൻസ്? 10 ആണോ? 10. ശരി, ഇതിൻ്റെ ഡിഫറൻസ് ഇങ്ങോട്ടല്ലേ എടുക്കണ്ടേ? എത്രയാണത്? 15. ഇതിൻ്റെ റേഷ്യോ എടുക്കണ്ടേ? റേഷ്യോ എടുക്കുമ്പോൾ 3:2 എന്നല്ലേ റേഷ്യോ വരുന്നത്? ആണ്. ഓക്കെ, നഷ്ടത്തിന് വിറ്റ ആപ്പിളുകളല്ലേ കണ്ടുപിടിക്കണ്ടേ? 3ഉം 2ഉം 5. 5ൽ 2 ഭാഗമല്ലേ നഷ്ടത്തിന് വിറ്റത്? ഇതാണ് നഷ്ടത്തിന് വിറ്റതിൻ്റെ റേഷ്യോ, ഇതാണ് ലാഭത്തിന് വിറ്റതിൻ്റെ റേഷ്യോ. ഓക്കെ, അപ്പൊ ആകെയുള്ള 24 കിലോഗ്രാമിൻ്റെ 5ൽ 2 ഭാഗം എത്ര എന്നല്ലേ നോക്കണ്ടേ? 24ൻ്റെ 5ൽ 2 ഭാഗം അറിയാൻ 24 × 2 48 ഡിവൈഡഡ് ബൈ 5 എന്നല്ലേ വരുന്നത് മക്കളെ? 48/5 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9.6 എന്നല്ലേ? സോ 9.6 കിലോഗ്രാം ആണ് അയാൾ നഷ്ടത്തിൽ വിറ്റ് കളഞ്ഞത്. ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. 21ാമത്തെ ടൈപ്പ് ഒരു നല്ല വെറൈറ്റി ചോദ്യമാണ്. കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ട് വരും, ശ്രദ്ധിച്ചിരുന്നോണം. എ മർച്ചന്റ് സോൾഡ് 1/8 ഓഫ് ഹിസ് സ്റ്റോക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 3%. At what profit percentage should he sell the remaining stock to achieve an overall profit of 10%? അതായത് ഒരു വ്യാപാരി അയാളുടെ കൈവശമുള്ള സാധനത്തിൻ്റെ 8ൽ 1 ഭാഗം 3% ലാഭത്തിന് വിറ്റു. ഓക്കെ, ബാക്കിയുള്ള ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ആകെ അയാൾക്ക് 10% ലാഭം കിട്ടുക? അപ്പം ആകെ കിട്ടേണ്ട ലാഭം 10%. ഓക്കെ, ഈ 8ൽ 1 ഭാഗം അയാൾ ഓൾറെഡി 3% ലാഭത്തിന് വിറ്റു. 8ൽ 1 ഭാഗം ഓൾറെഡി 3% ലാഭത്തിന് വിറ്റു. ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാലാണ് അയാൾക്ക് 10% ലാഭം കിട്ടുക എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 8ൽ 1 ഭാഗം അല്ലേ അയാൾ 8ൽ 1 ഭാഗമല്ലേ അയാൾ 3% ലാഭത്തിന് വിറ്റത്? ആണോ? 8ൽ 1 ഭാഗമാണ് 3% ലാഭത്തിന് വിറ്റത്. ഓവറോൾ അയാൾക്ക് 10% ലാഭം വേണം. അപ്പൊ ബാക്കിയുള്ളതെല്ലാം കൂടെ എത്ര ശതമാനം ലാഭത്തിന് വിൽക്കണം എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് ചെയ്യാൻ നിങ്ങൾ 8 ഐറ്റം ആയിട്ട് ഇതിനെ പരിഗണിക്കുക. 8ൽ 1 ഭാഗം എന്നല്ലേ, അപ്പൊ ഇത് 8 ഐറ്റം ആയിട്ട് അങ്ങ് പരിഗണിക്കുക. ശരി, 8 ഐറ്റം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6, 7, 8. 8 ഐറ്റം. ഈ 8 ഐറ്റത്തിൽ ഒരു ഐറ്റം ഓൾറെഡി 3% ലാഭത്തിന് വിറ്റു. ഒരൈറ്റം ഓൾറെഡി 3% ലാഭത്തിന് വിറ്റു. ബാക്കിയുള്ളതെല്ലാം കൂടെ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ 10% ലാഭം കിട്ടുന്നതെന്ന്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ഐറ്റവും 10% ലാഭത്തിന് വിറ്റാൽ മാത്രമേ ഓവറോൾ കച്ചവടത്തിൽ 10% ലാഭം കിട്ടത്തുള്ളൂ. അതായത് 8 ഐറ്റം ആയിട്ടല്ലേ നമ്മൾ പരിഗണിച്ചേക്കുന്നത്. ഈ 8 ഐറ്റത്തിൽ ഓരോന്നും 10% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. ഇത് 10% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. ഇത് 10% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. ഇത് 10%, ഇത് 10%, ഇത് 10%, ഇത് 10%, ഇത് 10%, അല്ലേ? ഇത് 10%. ഇങ്ങനെ ഓരോന്നും 10% ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ കച്ചവടത്തിൽ 10% ലാഭമാകുക. അപ്പോൾ ഓരോന്നും 10% എന്ന് പറയുമ്പം എല്ലാം കൂടെ കൂട്ടുമ്പം 80% എന്നങ്ങ് വിചാരിക്കുക. ഓരോന്നും 10% ലാഭത്തിന് വിറ്റാൽ ഓവറോൾ 10% ലാഭമാകുന്നല്ലേ. അപ്പം മുകളിലത്തെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആകെ 80% വരും. താഴെ ഓൾറെഡി 3% അല്ലേ ആയിട്ടുള്ളൂ. അപ്പം താഴത്തെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഇനി 80 ആവണം,
അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ വിൽക്കുമ്പം 77% വന്നാലേ 77 3 80% ആവത്തുള്ളൂ, അല്ലേ? 7 എണ്ണം വിൽക്കുമ്പോൾ 77% ആവണമെങ്കിൽ ഈ 7 എണ്ണത്തിൽ ഓരോന്നും 11% ലാഭം എടുത്ത് വിൽക്കണം, എങ്കിലേ ആകെ 77 വരത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളവ എത്ര ശതമാനം ലാഭത്തിന് വിൽക്കണം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 11% ലാഭത്തിന്. ഇങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത്. എനിക്കറിയാം നിങ്ങൾക്ക് അത്രയങ്ങ് ദഹിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇതങ്ങനത്തെ ഒരു ചോദ്യമാണ് കേട്ടോ. ചെയ്യുന്ന രീതി മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. 8ൽ ഒരു ഭാഗം 3% ലാഭത്തിന് വിറ്റു, ബാക്കിയുള്ളവ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ 10% ലാഭം കിട്ടുന്നത്? 8ൽ ഒരു ഭാഗം തന്നെ. അപ്പം 8 ഐറ്റമായിട്ട് ഞാൻ ഇതിനെ പരിഗണിച്ചു. 8 ഐറ്റം. ഇതിൽ ഒരൈറ്റം ഓൾറെഡി 3% ലാഭത്തിന് വിറ്റു. ബാക്കിയുള്ളവ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ ഓവറോൾ 10% ലാഭമാകും? മക്കളെ, ഓവറോൾ 10% ലാഭം വിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോന്നും 10% ലാഭത്തിന് വിൽക്കാൻ പറ്റുക എന്നർത്ഥം. അപ്പോൾ ഓരോന്നും 10% ലാഭത്തിന് വിറ്റാൽ മുകളിലെല്ലാം കൂടെ കൂട്ടുമ്പോൾ 80% ആവും. ഇനി താഴെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 80% ആയാൽ മതി. അങ്ങനെ അങ്ങ് വിചാരിക്കുക. ഓൾറെഡി 3% ലാഭത്തിലാണ് നിൽക്കുന്നത്. അപ്പം താഴെ കിടക്കുന്ന ബാക്കി എല്ലാം കൂടെ വിറ്റുമ്പം 77% വന്നാലേ ഈ 3ഉം ഈ 77ഉം കൂട്ടുമ്പോൾ 80 ആവത്തുള്ളൂ, അല്ലേ? 7 ഐറ്റം വിൽക്കുമ്പോൾ 77% ലാഭം കിട്ടണമെങ്കിൽ ഓരോന്നും 77/7 11% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. അപ്പോൾ ബാക്കിയുള്ള ഓരോന്നും 11% ലാഭത്തിന് വിൽക്കാൻ പറ്റിയാലേ ഓവറോൾ 10% ലാഭം കിട്ടത്തുള്ളൂ. അതായത് ആകെയുള്ള 80 വരത്തുള്ളൂ. സോ ആൻസർ 11. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. 8 സാധനങ്ങളുണ്ട്, അല്ലേ? ഞാൻ 8ൽ ഒരു ഭാഗം 3% ലാഭത്തിൽ വിറ്റു എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിത് 8 ഐറ്റമായിട്ട് പരിഗണിച്ചു. അതിൽ ഒരൈറ്റം ഓൾറെഡി 3% ലാഭത്തിൽ കച്ചവടം നടത്തി. ഓവറോൾ എനിക്ക് 10% ലാഭം കിട്ടണമെങ്കിൽ ഓരോന്നും 10% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. ഓരോന്നും 10% ലാഭത്തിന് വിൽക്കുമ്പോൾ മുകളിലത്തേതെല്ലാം കൂട്ടുമ്പോൾ 80 വരുന്നുണ്ട്. അപ്പോൾ താഴത്തേതെല്ലാം കൂട്ടുമ്പോൾ 80 വന്നാൽ മതി. ഓൾറെഡി 3. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടുമ്പോൾ 77% ആവണം. 7 ഐറ്റം വിൽക്കുമ്പോൾ 77% വരണമെങ്കിൽ ഒരൈറ്റം വിൽക്കേണ്ടത് 77/7 11% ലാഭത്തിനാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ഓരോ ഐറ്റവും 11% ലാഭത്തിന് വിൽക്കണം എന്നാണ്. 1-2 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സെറ്റാവുകയെ. ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള ആകെ സാധനങ്ങളിൽ 1/3 ഒരു ഭാഗം 5% ലാഭത്തിന് വിറ്റു. ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ ആകെ ലാഭം 15% ആകും? ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാവേ. അതായത് 1/3 ഒരു ഭാഗമല്ലേ? 1/3 ഒരു ഭാഗമാണ് എങ്ങനെ വിറ്റത്? 1/3 ഒരു ഭാഗമാണ് അയാൾ 5% ലാഭത്തിന് വിറ്റത്, ആണോ? 1/3 ഒരു ഭാഗം 5% ലാഭത്തിന് വിറ്റു, അല്ലേ? 1/3 ഒരു ഭാഗം എന്ന് പറയുമ്പം ഞാനിത് 3 ഐറ്റമായിട്ട് പരിഗണിക്കുന്നു. 3 ഐറ്റത്തിൽ ഒരൈറ്റം ഓൾറെഡി 5% ലാഭത്തിന് വിറ്റിട്ടുണ്ട്, അല്ലേ? ബാക്കിയുള്ളവ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ 15% ലാഭം കിട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ, ഓവറോൾ 15% ലാഭം കിട്ടണമെങ്കിൽ ഓരോ ഐറ്റവും 15% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. ആദ്യത്തേതും 15%, രണ്ടാമത്തേതും 15%, മൂന്നാമത്തേതും 15%. ഓരോ ഐറ്റവും 15% ലാഭത്തിന് വിൽക്കാൻ പറ്റിയാലേ ഓവറോൾ 15% ആവത്തുള്ളൂ. മുകളിലത്തെ എല്ലാം കൂട്ടുമ്പോൾ ആകെ 45% വന്നു, ആണോ? ഇനി അതേ 45% താഴത്തേതെല്ലാം കൂട്ടുമ്പോൾ വരണം. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി 5 ഉണ്ട്. ഇത് രണ്ടും കൂടെ 40% വന്നാലേ ആകെ 45% മുകളിലത്തെ പോലെ ആകത്തുള്ളൂ. 2 ഐറ്റം വിൽക്കുമ്പോൾ 40% കിട്ടണമെങ്കിൽ ഈ ഐറ്റങ്ങൾ ഓരോന്നും 20% ലാഭമെടുത്ത് വിൽക്കാൻ പറ്റണം. 20% ലാഭമെടുത്ത് വിൽക്കാൻ പറ്റണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 20%. ഒരു ചോദ്യവും കൂടെ ഈ മോഡൽ ചെയ്യാൻ നമുക്ക്. ചോദ്യം: ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള സാധനങ്ങളുടെ 6ൽ ഒരു ഭാഗം 10% ലാഭത്തിന് വിറ്റു. മക്കളെ, 6ൽ ഒരു ഭാഗം, അല്ലേ? 6ൽ ഒരു ഭാഗം 10% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലേ? ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ആകെ ലാഭം 20% അല്ലേ? 6ൽ ഒരു ഭാഗം എന്നല്ലേ? അപ്പം ഞാൻ 6ആയിട്ട് വീതിച്ചു. 3, 4, 5, 6 6ആയിട്ട് വീതിച്ചു. ഈ 6ആയിട്ട് വീതിച്ചതിൽ ഒരു ഭാഗം ഓൾറെഡി 10% ലാഭത്തിന് വിറ്റിട്ടുണ്ട്, ആണോ? ബാക്കിയുള്ളവ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ 20% ലാഭമാകുന്നത്? ഓവറോൾ 20% ലാഭമാകണമെങ്കിൽ ഓരോന്നും 20% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. ഓരോന്നും 20% ലാഭത്തിന് വിൽക്കാൻ പറ്റിയാലാണ് ഓവറോൾ 20% ലാഭം കിട്ടുക. ശരിയല്ലേ? ഓരോന്നും 20% ലാഭത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ആകെ 120% വരണ്ടേ? ഈ 120% താഴെയും വരണം, അല്ലേ? ഓൾറെഡി 10% ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 110% ആയാലേ താഴത്തെ എല്ലാം കൂട്ടുമ്പോൾ 120 ആകത്തുള്ളൂ, അല്ലേ? 5 ഐറ്റം വിൽക്കുമ്പോൾ 110% വരണമെങ്കിൽ ഓരോന്നും 110 ഡിവൈഡഡ് ബൈ 5, അതായത് എത്രയാ? 22% ലാഭത്തിന് വിൽക്കാൻ പറ്റണം. അപ്പം ഈ ബാക്കിയുള്ളത് ഓരോന്നും 22% ലാഭത്തിന് വിറ്റാലേ ഉത്തരം ശരിയാകത്തുള്ളൂ. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 22% എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതോടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നമ്മൾ കുറേ ടൈപ്പ് ചോദ്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ടോപ്പിക്കാണ്, ഒരു വൈഡ് ടോപ്പിക്കാണ്. പലതവണ റിവിഷൻ ചെയ്യണം. ബാക്കിയുള്ള ചാപ്റ്റർ പോലെയല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പ്രത്യേകത പല ചോദ്യങ്ങളും ഒരേ പാറ്റേണിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ വരുന്ന ചോദ്യങ്ങൾ. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും പരീക്ഷകൾക്ക്. അപ്പം നിങ്ങൾ വേറെ ഏത് ചാപ്റ്റർ റിവിഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിവിഷൻ ഏതിന് കൊടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഓരോ ടൈപ്പിനും കൊടുക്കണം. കൂടുതൽ തവണ റിവിഷൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടാറ്റാ.